May the Lord's name glorified. I have been in fellowship with the saints of Adma Christian Assembly for the past few months, and it's glad to be back with the saints assembly. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ചെന്നൈ ആദംഭാഗത്തുള്ള ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ തക്കോണം ദൈവം സഹായിച്ചു. ഇന്ന് വീണ്ടും ഇവിടെയുള്ള ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ സന്തോഷമുള്ള വിവരം സഭയെ അറിയിക്കുന്നു. In connection to worship, I would like to turn our attention to a passage from Psalm 8:3-9. 8-ാം സങ്കീർത്തനം അതിന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. And I would like to emphasize verse 3 and 4. അതിന്റെ 3ഉം 4ഉം വാക്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. When I consider your heavens, the work of your fingers, the moon and the stars which you have ordained, what is man that you are mindful of him, and the son of man that you visit him? നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. Verse 4 is a verse filled with the sense of astonishment. 4-ാം വാക്യം വളരെ അത്ഭുതത്തോടുകൂടി അത്ഭുതം അടങ്ങിയ ഒരു വാക്യമാണ്. David had just looked at the stars, the moon, the stars, and rule the heavens, and then he looks at the frail humanity and saying, "What is man that you are mindful of him?" ഇവിടെ സങ്കീർത്തനക്കാരൻ ആകാശത്തേക്ക് നോക്കി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ ആ ബലഹീനനായ മനുഷ്യനെ കാണുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം എന്ന് പറയുകയാണ്. The psalmist is in wonder looking at God's attention to humanity. ദൈവം മനുഷ്യനെ നോക്കുവാൻ കടാക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നതിൽ അത്ഭുതത്തോടു കൂടിയാണ് സങ്കീർത്തനക്കാരൻ ഓർക്കുന്നത്. In biblical context, man refers to humanity in general, who is frail, weak, and insignificant. ഇവിടെ മർത്യൻ എന്ന് പറയുന്നത് മനുഷ്യകുലത്തെ മുഴുവനായിട്ട് ആ ബലഹീനരായ മനുഷ്യരെ മുഴുവനായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. The psalmist marvels at God's mindfulness towards man, who is frail, weak, and insignificant. പ്രധാനമായ അല്ലെങ്കിൽ ബലഹീനരായ മർത്യനെ മനുഷ്യരെ ദൈവം ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നത് സങ്കീർത്തനക്കാരൻ അത്ഭുതത്തോടു കൂടി ഓർക്കുകയാണ്. Psalmist is amazed at God's mindfulness, which is deep, ongoing, and out of human comprehension. ദൈവം അങ്ങനെ മനുഷ്യനെ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നത് അത് സങ്കീർത്തനക്കാരനോട് ഓർക്കുന്നു. Here the word mindfulness implies constant attention. ഓർക്കുക എന്നുള്ളത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് അവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. Isn't it wonderful to know that God's omniscient caring towards us never slips? സർവ്വവ്യാപിയായ ദൈവം മനുഷ്യനെ ഓർത്തു എന്നുള്ളത് നമ്മുടെ ചിന്തയിൽ അത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? Even though we may feel we are insignificant when compared to creation. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികളെയൊക്കെ നോക്കുമ്പോൾ നാം പ്രാധാന്യമുള്ളതല്ല എന്ന് നാം ചിന്തിച്ചാലും we can further see that in the second part of the verse, which says, "The Son of Man that you visit him." ആ വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നു, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം എന്ന് വായിക്കും. In some translations we can see the word care used in place of visit. അവിടെ ചില ഭാഷാന്തരത്തിലെ സന്ദർശനം എന്നുള്ളതിന് അവനെ കരുതി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The term Son of Man in Hebrew usages basically means human beings. മനുഷ്യപുത്രൻ എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യരെ പൊതുവെ ഉപയോഗിച്ചിരിക്കുന്ന മനസ്സിലാക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. It signifies their mortality and dependence on God. മനുഷ്യന്റെ ക്ഷണികാവസ്ഥയും ദൈവത്തിലുള്ള അവന്റെ ആശ്രയത്തെ ഒക്കെ കാണിക്കുവാനായിട്ടാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. This phrase Son of Man also intensifies the point that we are just dust and fill the void. മാത്രമല്ല നാം പൊടിയാകുന്നു എന്നുള്ളതും നാം ഏതുമില്ലാത്തവരാണ് എന്നുള്ള കാര്യവും അത് നമ്മെ ഓർപ്പിക്കുന്നു. The psalmist also overwhelmed knowing that God cares for each and every dependent man. മക്കളായ മനുഷ്യനെ ദൈവം കാണുന്നു ഓർക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. The phrase "you care for him" or "you visit him" suggests God's active involvement and concern for human welfare. നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം നമ്മെ ഓർക്കുന്നു അല്ലെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് ആ 2-ാമത്തെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. God's care for this sinful humanity is wonderfully demonstrated through the emblems of this table. പാപിയായ മനുഷ്യനെ ദൈവം കരുതി എന്നുള്ളതിന്റെ ഒരു ഉത്തമ സാക്ഷ്യമാണ് മേശമേലിരിക്കുന്ന ഈ അപ്പവീഞ്ഞുകൾ നമ്മെ കാണിക്കുന്നത്. It reminds us of the Lord's body that bore our sins and the blood that was shed for our atonement. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന തകർക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെയും നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തത്തെയുമാണ് അത് നമ്മെ ഓർപ്പിക്കുന്നത്. Therefore Psalm 8 verse 4 marvels us with understanding that the infinite God stays mindful of finite humans. നിത്യനായ ദൈവം
മനുഷ്യനെ അല്ലെങ്കിൽ പരിധിക്കുള്ളിൽപ്പെട്ട മനുഷ്യനെ ഓർക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. And actively cares for each one of us. നമ്മെ ഓരോരുത്തരെയും ദൈവം കാണുന്നു, കരുതുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. He values us because He made us in His image. നമ്മെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, sustains us in our weakness, നമ്മുടെ ബലഹീനതകളിൽ നമ്മെ താങ്ങി നടത്തുന്നു, and redeems us through His Son. തന്റെ പുത്രനിലൂടെ നമ്മെ വീണ്ടെടുത്ത ആ വലിയവനായ ദൈവം. The creation declares His greatness. His attention to us reveals His grace. ആ സൃഷ്ടിയൊക്കെയും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. His attention to us reveals His grace. ദൈവത്തിന്റെ കൃപയെ അത് വെളിപ്പെടുത്തുന്നു. May the Lord bless this thought. ഈ ചിന്തകളാൽ ദൈവത്തെ ആരാധിക്കാൻ തക്കോണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.